ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഓൺ മൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. ബിരിയാണിക്ക് വേണ്ടി 1/2 കിലോ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് മസാല നന്നായി പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി 2 ഉള്ളിയും 2 തക്കാളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ഒരു 10 ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ചതച്ചെടുക്കണം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി 8 ഏലക്കായ്, 8 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടി ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ടും റൈസിൻസും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം.
ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ബിരിയാണി ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പകുതി ചോറിട്ട് കൊടുക്കാം. ചോറിട്ടെടുത്ത ശേഷം അതിന് മുകളിലേക്ക് ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത കാഷ്നട്ടും റൈസിൻസും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചെമ്മീൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത കാഷ്നട്ടും റൈസിൻസും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഈ പാത്രം ഒരു ദോശച്ചട്ടിയുടെ മുകളിലേക്ക് വെച്ചുകൊടുത്ത് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.